നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേർത്തലയിൽ ഗൃഹനാഥൻ കുഴഞ്ഞു വീണ് മരിച്ച സംഭവം ആസൂത്രിതമായ കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. ചേർത്തല വെളിയിൽ വീട്ടിൽ ജയരാജൻ എന്ന 60 വയസ്സുകാരനാണ് ഞായറാഴ്ച വീടിന് പുറത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ കൊലപാതകത്തിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയത്തെ തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതക വിവരം പുറത്തുവരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ജയരാജന്റെ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സംഭവ ദിവസം ജയരാജനും മകനും തമ്മിൽ വീട്ടിൽ വെച്ച് രൂക്ഷമായ തർക്കവും വഴക്കും ഉണ്ടായിരുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായിട്ടുണ്ടായ മർദ്ദനമാണോ മരണത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ച ജയരാജൻ വീടിന് പുറത്ത് കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയിട്ടും ഒപ്പമുണ്ടായിരുന്ന ഭാര്യയോ മക്കളോ ഇദ്ദേഹത്തെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ തയ്യാറായില്ല എന്ന ക്രൂരതയുടെ ആഴം കൂട്ടുന്നുണ്ട്. മണിക്കൂറുകൾക്ക് ശേഷം മറ്റൊരിടത്ത് മാറി താമസിക്കുന്ന മൂത്ത മകൻ ശ്രീജിത്ത് വീട്ടിലെത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് ശ്രീജിത്ത് ഉടൻ തന്നെ ജയരാജനെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ജയരാജന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ആഴത്തിലുള്ള മുറിവുകളും ക്രൂരമായ മർദ്ദനമേറ്റ പാടുകളും ഉണ്ടായിരുന്നതായി ചേർത്തല താലൂക്ക് ആശുപത്രി അധികൃതർ വെളിപ്പെടുത്തി. ഇത് കേന്ദ്രീകരിച്ച പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് വീട്ടിൽ വെച്ച് അതിക്രൂരമായ വഴക്കും കയ്യേറ്റവും നടന്നതായി വ്യക്തമാകുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ നിർണായക കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കൊലക്കുറ്റത്തിന് കേസ് എടുത്തിരിക്കുന്നത്. അന്വേഷണത്തിൽ ഊർജിതമാക്കുകയാണ്. കസ്റ്റഡിയിലുള്ള മകനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കുടുംബാംഗങ്ങളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും ഇദ്ദേഹത്തിന്റെ മരണത്തിൽ പങ്കുണ്ടോ എന്നാണ് അറിയേണ്ടത്. കാരണം അദ്ദേഹം ഒന്ന് വയ്യാതെ കിടന്നപ്പോൾ അല്ലെങ്കിൽ തലകറങ്ങി അബോധാവസ്ഥയിലായി കിടന്നപ്പോൾ പോലും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടെത്തിക്കാൻ പോലുമുള്ള മനസാക്ഷി ഇല്ലാതെ ഭാര്യയെല്ലാം നോക്കി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്കും ഇദ്ദേഹത്തിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നതാണ്. എങ്ങനെയാണല്ലേ ഒരു മനുഷ്യനെ ഇങ്ങനെ അടിച്ചു കൊല്ലാൻ സാധിക്കുക? അതും നമ്മളെ ജനിപ്പിച്ച നമ്മുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി ലഹരിക്ക് അടിമയായിരുന്നോ മകൻ എന്നറിയില്ല. ഇനി മറ്റെന്തെങ്കിലും വൈരാഗ്യമായിരുന്നോ എന്നും അറിയില്ല. പിതാവിന് ഈ മക്കളെല്ലാം വളർത്തി വലുതാക്കി ആ പിതാവിന് മക്കളുടെ കയ്യിൽ നിന്ന് തന്നെ അടിയേറ്റ് മരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്.